ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ 4 ഭാഷകളിൽ നിന്നുള്ള 4 സിനിമകളുടെ അഭിപ്രായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ആദ്യം ബോളിവുഡിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഇന്നേ ദിവസത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായ ഷെയ്ത്താന്റെ അപ്ഡേറ്റ് ആണ്. അജയ് ദേവ്ഗൺ, മാധവൻ, ഒപ്പം തന്നെ ജ്യോതിക തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗുജറാത്തി സിനിമയുടെ ഹിന്ദി റീമേക്ക് കൂടിയാണ് ഷെയ്ത്താൻ. ഇപ്പോഴത്തെ സിനിമയ്ക്ക് ആദ്യ പ്രതികരണങ്ങളിലൂടെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ എല്ലായിടത്തും നിന്നും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മാധവനാണ് സിനിമയിൽ കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ദൃശ്യം 2, ബോല എന്നീ സിനിമകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ അജയ് ദേവ്ഗണിന്റെ മറ്റൊരു റീമേക്ക് സിനിമ കൂടിയാണ് ഷെയ്ത്താൻ. സിനിമ ഇപ്പോഴത്തെ പോസിറ്റീവ് നേടിയെടുത്തിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്. ജയ് ബേബി എന്ന തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. ഉർവശി നായികാവേഷത്തിലെത്തിയ സിനിമ ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇപ്പോഴത്തെ ഈ തമിഴ് സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമ എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് അഭിപ്രായങ്ങൾ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ വമ്പൻ സിനിമയാണ് വിശ്വക് സെൻ നായകനെത്തിയ ഗാമി. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയ ഗാമി എന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ പോസിറ്റീവിനോടൊപ്പം തന്നെ ആവറേജ്, എബോ ആവറേജ് അഭിപ്രായങ്ങളും സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിലെ വിഷ്വൽസിനും മറ്റ് VFXിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുമ്പോൾ ലോജിക്കൽ ഇഷ്യൂസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ നെഗറ്റീവായിട്ടും വരുന്നുണ്ട്. എന്തായാലും ഗാമി എന്ന സിനിമ മോശമല്ലാത്ത അഭിപ്രായങ്ങൾ ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്. ഇന്ന് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ ഗാമിയോടൊപ്പം ക്ലാഷ് റിലീസിനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ മലയാളം സിനിമ പ്രേമലു എന്ന സിനിമയാണ്. നസ്ലൻ മമിത കോമ്പൽ തിയേറ്ററുകളിലേക്ക് എത്തിയ 100 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ വൻ വിജയം നേടിയെടുത്ത സിനിമയുടെ തെലുഗു ഡബ്ബ് ഇന്ന് തെലുഗു നാടുകളിലെ റിലീസിനെത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ ഗാമിയേക്കാൾ കൂടുതൽ മികച്ച അഭിപ്രായങ്ങളാണ് നമ്മുടെ മലയാളം സിനിമയുടെ തെലുഗു പതിപ്പ് അവിടെ തെലുഗു നാട്ടിൽ നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. രാജമൗലിയുടെ മകനായിരുന്നു സിനിമയുടെ തെലുഗു വിതരണം. ഇപ്പോഴത്തെ രാജമൗലി വരെ സിനിമ കാണാനായിട്ട് അവിടെ തിയേറ്ററുകളിൽ എത്തുന്ന വീഡിയോസ് എല്ലാം തന്നെ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ പ്രേമലു എന്ന സിനിമയ്ക്ക് തെലുഗു നാടുകളിലും പോസിറ്റീവ് വൈപ്പാണ്. ഹൈദരാബാദിന്റെ കഥ പറഞ്ഞ സിനിമ തെലുഗു നാടുകളിലെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ കൂടി ആ ഒരു പോസിറ്റീവ് വൈബ് പ്രതിഫലിച്ചാൽ ഉറപ്പായിട്ടും ഇനിയും സിനിമ വമ്പൻ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷനിൽ നേടിയെടുക്കും. കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ കേട്ട്.